അർജന്റീന മത്സരത്തിന്റെ പേരിൽ സ്പോൺസർ ആന്റോ അഗസ്റ്റിനും സംഘവും ലക്ഷ്യമിട്ടത് വൻ പണപ്പിരിവ്. VVIP പാക്കേജിന് പിരിക്കാനിരുന്നത് 1 കോടി രൂപ. VVIP ടിക്കറ്റിന്റെ വില 50 ലക്ഷം. ടിക്കറ്റ് നിരക്ക് 5000 മുതൽ 1 കോടി വരെ. മെസ്സിയെ മുൻനിർത്തി നടത്തിയത് വ്യാപക പ്രചരണം. സ്പോൺസറുടെ സാമ്പത്തിക ഇടപാടുകളും ദുരൂഹം. മെസ്സിയുടെ സ്റ്റേഡിയത്തിലെ പരിശീലനവും ബിസിനസ് ഡീലാക്കാൻ ലക്ഷ്യമിട്ടു. സുരക്ഷ പരിഗണിക്കാതെ സ്റ്റേഡിയത്തിൽ 50,000 കാണികളെ എത്തിക്കാനും പദ്ധതിയിട്ടു. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നു. സ്പോൺസർ എന്തിന്റെ പേരിലായിരുന്നു ഇത്തരത്തിൽ മെസ്സി വരും, അർജന്റീന വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളത്? പണപ്പിരിവ് തന്നെയായിരുന്നു ഉദ്ദേശം, അല്ലേ? രോഹിണി, ഈ വിവാദങ്ങൾ കത്തിപ്പടരുന്നതിനിടയിൽ സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ്റെ കൂടുതൽ ക്രമക്കേടുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആന്റോ അഗസ്റ്റിൻ്റെ ലക്ഷ്യങ്ങൾ തന്നെയാണ് ഇവിടെ പ്രധാനമായും പുറത്തു വരുന്നത്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് സ്പോൺസർ ലക്ഷ്യങ്ങളാണ്. ഈ വൻ സാമ്പത്തിക പിരിവ്, വൻ പണപ്പിരിവ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങളായിരുന്നു ഇക്കാര്യത്തിൽ ആന്റോ അഗസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന്, സ്പോൺസറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നാണ് വ്യക്തമാകുന്നത്. ഔദ്യോഗികമായി തങ്ങൾ ടിക്കറ്റ് നിരക്കുകൾ നിശ്ചയിച്ചിരുന്നില്ല, അത്തരമൊരു തീരുമാനമൊന്നും എടുത്തിരുന്നില്ല എന്ന് ആന്റോ അഗസ്റ്റിൻ പറയുമ്പോൾ തന്നെയാണ് അനൗദ്യോഗികമായ ചില തീരുമാനങ്ങളുടെ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് VVIP പാക്കേജിന് 1 കോടി രൂപ. ഒരു പാക്കേജ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാക്കേജ് പ്രഖ്യാപിക്കുന്നു. ആ പാക്കേജിൽ നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, മെസ്സിയോടൊപ്പം, കാരണം ഏറ്റവും വലിയ പ്രചാരണം നടത്തിയത് മെസ്സി വരുന്നു, മെസ്സിക്കായി കാത്തിരിക്കാം, മെസ്സിയുടെ യാത്ര അല്ലെങ്കിൽ റോഡ് ഷോ സംഘടിപ്പിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലയണൽ മെസ്സിയെ മുൻനിർത്തിയായിരുന്നു ഈ സ്പോൺസർ വലിയ പ്രചാരണം നടത്തിക്കൊണ്ടുപോയിരുന്നത്. അർജന്റീന ടീം എത്തുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഈ ലയണൽ മെസ്സിക്കൊപ്പം ഒരു അത്താഴ വിരുന്ന്, ഒപ്പം തന്നെ ഫോട്ടോ എടുക്കാനുള്ള അവസരം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഈ 1 കോടി രൂപയുടെ VVIP പ്രത്യേക പാക്കേജ് എന്ന പേരിൽ ടിക്കറ്റ് വിൽക്കാൻ ലക്ഷ്യമിട്ടത്. ഒപ്പം തന്നെയാണ് 50 ലക്ഷം രൂപ VVIP, എല്ലാ പരിഗണനയും ലഭിക്കുന്ന അത്യാധുനിക സൗകര്യങ്ങളോടെ ഇരുന്ന് കളി കാണാൻ കഴിയുന്ന VVIP പാക്കേജിന് അല്ലെങ്കിൽ ടിക്കറ്റിന് വില 50 ലക്ഷം രൂപയാണ് ഈടാക്കാൻ തീരുമാനിച്ചത്. മാത്രമല്ല, അങ്ങനെ താഴേക്ക് വിവിധ നിരക്കുകളിലുള്ള ടിക്കറ്റ് നിരക്കുകൾ, കൂടിയ നിരക്കുകളിലുള്ള ടിക്കറ്റ് നിരക്കുകളുണ്ട്. എങ്ങനെ മെസ്സി ആരാധകരെ, പണമുള്ള മെസ്സി ആരാധകരെ പരമാവധി ചൂഷണം ചെയ്യാമെന്നത് തന്നെയായിരുന്നു ലക്ഷ്യമിട്ടത്. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും ഔദ്യോഗികമായി അല്ലെങ്കിൽ ഒരു കൃത്യമായ കാര്യങ്ങളായി, ടിക്കറ്റ് നിരക്കുകളായി പുറത്തുവിട്ടിരുന്നില്ല. അതിന് മുമ്പായിട്ടാണ് ഈ മെസ്സിയുടെ വരവ് മുടങ്ങുന്നത്. മെസ്സി എത്തില്ല, അർജന്റീനിയൻ ടീം എത്തില്ല, കാരണം ഫിഫയുടെ നിബന്ധനകൾ പാലിക്കാൻ സ്റ്റേഡിയത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഈ യാത്ര, ഈ ഒരു മത്സരം അർജന്റീനിയൻ ടീം റദ്ദാക്കിക്കൊണ്ടുള്ള അറിയിപ്പ് നടത്തുന്നത്. അങ്ങനെ ഒരു മത്സരം നടന്നിരുന്നുവെങ്കിൽ അതിനെ വലിയ സാമ്പത്തിക ചൂഷണത്തിൻ്റെ മാർഗമാക്കി മാറ്റുക തന്നെയായിരുന്നു സ്പോൺസർ ലക്ഷ്യമിട്ടിരുന്നത്. ഇപ്പോൾ 70 കോടി രൂപ മുടക്കി സ്റ്റേഡിയം നവീകരണം നടത്തുമ്പോഴും സ്പോൺസർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് താൻ ഈ 70 കോടി രൂപയും ഒരു സേവനമെന്ന നിലയ്ക്ക് കളയാൻ ഉദ്ദേശിക്കുകയാണ്. മത്സരം നടന്നില്ലെങ്കിലും താനത് പൂർത്തിയാക്കുമെന്ന് പറയുമ്പോൾ അതായിരുന്നില്ല ഉദ്ദേശം. സ്പോൺസറുടെ ഉദ്ദേശം വലിയ സാമ്പത്തിക നേട്ടം ഇതിലൂടെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ആ നേട്ടം ലഭിക്കുന്നത് വരെയും സ്പോൺസർ ഇതിന് പിന്നാലെ ഉണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം നേരത്തെ സ്പോൺസർ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ മുമ്പ് വിവാദമായ സ്പോൺസറുടെ പല ഇടപാടുകളുമുണ്ട്. ഈ ആന്റോ അഗസ്റ്റിൻ്റെ പല ഇടപാടുകളുമുണ്ട്. അതെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ച്, പല പ്രഖ്യാപനങ്ങളും പാതി വഴിയിൽ ഉപേക്ഷിച്ച് പലർക്കും ലക്ഷങ്ങളുടെ സാമ്പത്തിക നഷ്ടം, കോടികളുടെ സാമ്പത്തിക നഷ്ടമെല്ലാം തന്നെ ഉണ്ടാക്കിയ ഡീലുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിലും സ്പോൺസറെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഓരോ ഘട്ടത്തിലെയും നടപടികൾ എന്നത് തന്നെയാണ് അതിലേറ്റവും പ്രധാനം. അങ്ങനെയാണ് ഈ ഒരു ടിക്കറ്റ് നിരക്കടക്കം നിശ്ചയിച്ചുകൊണ്ട്, കൂടിയ ടിക്കറ്റ് നിരക്കടക്കം നിശ്ചയിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളിൽ അത് ആന്റോ അഗസ്റ്റിൻ പൂർണ്ണമായും തന്നെ നിഷേധിച്ചിരുന്നു. അങ്ങനെ ഒരു വലിയ ടിക്കറ്റ് നിരക്ക് നിശ്ചയിച്ചിരുന്നില്ല, ടിക്കറ്റ് നിരക്കിലേക്ക് പോലും കടന്നിരുന്നില്ല എന്ന് പറയുമ്പോൾ അനൗദ്യോഗിക സംഭാഷണങ്ങളിലുടനീളം ആന്റോ അഗസ്റ്റിൻ സൂചിപ്പിച്ചിരുന്നതും ആന്റോ അഗസ്റ്റിനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പുറത്തുവിടുന്ന വിവരങ്ങൾ അനുസരിച്ചും വലിയ നിരക്കുകൾ ഈടാക്കിക്കൊണ്ടുള്ള ഒരു പണപ്പിരിവ് തന്നെയാണ് സ്പോൺസർ ഇവിടെ ഉദ്ദേശിച്ചതും അതിനുള്ള നീക്കങ്ങളെല്ലാം തന്നെ നടത്തുകയും ചെയ്തത്. അതെ ജിജീഷ്, അർജന്റീന മത്സരത്തിന്റെ പേരിൽ സ്പോൺസർ ആന്റോ അഗസ്റ്റിനും സംഘവും ലക്ഷ്യമിട്ടത് വൻ പണപ്പിരിവ് തന്നെ എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. VVIP പാക്കേജിന് പിരിക്കാനിരുന്നത് 1 കോടി രൂപയാണ്. VVIP ടിക്കറ്റിന്റെ വില 50 ലക്ഷമാണ്. ടിക്കറ്റ് നിരക്ക്
25,000-ൽ തുടങ്ങി 1 കോടി വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടായിരുന്നു മെസ്സിയെ മുൻനിർത്തിയുള്ള ഈ വ്യാപക പ്രചാരണം സ്പോൺസർ നടത്തിയതും. ജിജേഷ് കരുണാകരനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.